റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉസ്താദുമാരിൽ ഒട്ടുമിക്ക പേരുടെയും സമ്പാദ്യം ഹസനത്തായതിന്റെ പ്രതിഫലനമാണ് അവരുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. അല്ലാഹു തആല അങ്ങനെയുള്ളവർക്ക് സമാധാനം നൽകുന്നത് തുച്ഛമായ ശമ്പളവുമായി അവർ കഴിഞ്ഞുകൂടുമ്പോഴും അവരുടെ മക്കളെ പരിപാലിക്കാനും അവർക്ക് വിദ്യാഭ്യാസം നൽകുവാനും അവർക്ക് വീട് വെക്കുവാനും അവരുടെ മക്കളെ കല്യാണം കഴിക്കാനും എല്ലാം അല്ലാഹു തമ്പുരാൻ അവന്റെ ഔദാര്യമായി പണ്ഡിതന്മാർക്ക്, ഉസ്താദുമാർക്ക്, മദ്രസ മുഅല്ലിമീങ്ങൾക്ക്, പള്ളികളിൽ ഖതീബുമാരായി ജോലി ചെയ്യുന്നവർക്ക് അല്ലാഹു തആല അവസരം നൽകുന്നതിന്റെ കാരണം ഏറ്റവും കൂടുതൽ ഈ ദുആ നടത്തുന്നത് അവർ തന്നെയായിരിക്കുമല്ലോ. പള്ളികളിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് മിഹ്റാബിൽ വെച്ചവർ ദുആ ചെയ്യുമ്പോ ഈ ദുആ നടത്താതെ അവർ ദുആ അവസാനിപ്പിക്കാറില്ലല്ലോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അവർക്ക് നിങ്ങൾ മദ്രസയിൽ വെച്ച് ശമ്പളം കൊടുത്തത് ഖുർആൻ പഠിപ്പിച്ചതിന്റെ പേരിലായിരുന്നു, മക്കൾക്ക് നിസ്കാരം പഠിപ്പിച്ചതിന്റെ പേരിലാണ്, മക്കൾക്ക് നിങ്ങളോടെങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചതിന്റെ പേരിലാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. പടച്ചോനെ, പരലോകത്തും ഞങ്ങൾക്ക് നല്ലത് തരണമേ, സ്വർഗം തരണമേ. വഖിനാ അദാബന്നാർ, നിന്റെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണമേ. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടല്ലോ. ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ. ഭൗതിക ലോകത്ത് അവരെന്ത് സമ്പാദിച്ചോ ആ സമ്പാദ്യത്തിന് അവർക്ക് അല്ലാഹു തആല ഓഹരി നൽകുന്നതാണ്. അവരെന്ത് ചെയ്തതിന് അവർക്ക് കൂലിയുണ്ട്. അവരുടെ സമ്പാദ്യത്തിന് മാത്രമല്ല, അവർ ചെലവഴിച്ചതിന് മാത്രമല്ല, അവരുടെ അടക്കത്തിനും അനക്കത്തിനും അവരുടെ ഉറക്കത്തിനും ഒക്കെ അല്ലാഹു അവർക്ക് കൂലി കൊടുക്കുന്നതാണ്. വല്ലാഹു സരീഉൽ ഹിസാബ്. അല്ലാഹു തആല വിചാരണയെ എളുപ്പമാക്കുന്നവനുമാണ് എന്ന് ഖുർആൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ മുഅ്മിനീങ്ങളെ? ഉറക്കം വരുന്നുണ്ടോ? ഓ മാഷാ അല്ലാഹ്, ഈ മക്കൾക്ക് ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആർക്കും ഉറക്കം വരില്ല. അല്ലാഹുവേ, ഈ മക്കളെയൊക്കെ നല്ല കഴിവുള്ള ഹാഫിളീങ്ങളാക്കണേ തമ്പുരാനെ. ഇതൊരു വലിയ ത്യാഗാണ്. നിങ്ങൾക്ക് 88 കുട്ടികളല്ലേ? ഞാൻ സേവനം ചെയ്യുന്ന കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300 കുട്ടികളാണ്. എനിക്കറിയാം നിന്റെ ത്യാഗം എത്ര വലുതാണ്. ഞാനിപ്പോ എന്നെ ഇവിടുന്ന് ഷംസാദ് സലീം പോകാൻ അനുവദിക്കൂല എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കും പറയാണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയാറില്ല കേട്ടോ, പേടിക്കണ്ടേ, ഞാൻ പറയാറില്ല. അല്ലാഹു തമ്പുരാന് നമ്മളുടെ കോളേജുകളൊക്കെ ഉയർത്തുമാറാകട്ടെ. ഒരു കുടുംബം നോക്കാൻ പണിയെടുക്കുമ്പോൾ നമുക്ക് അതിന്റെ വേദന അറിയാമല്ലോ. ഈ മക്കളുടെ കാര്യത്തിൽ അതിനുവേണ്ടി അധ്വാനിക്കുന്നത് അത് അല്ലാഹു തആല ചില ആളുകൾക്ക് ഒരു ഇൽഹാം അങ്ങോട്ട് ഇട്ട് കൊടുക്കലാണ്. അൽഹംദുലില്ലാ, അല്ലാഹു ഈ മക്കളെയൊക്കെ നല്ല സ്വാലിഹീങ്ങളാക്കട്ടെ. പ്രിയപ്പെട്ട ഹാഫിൾ റഷീദ് ഉസ്താദിന് എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. ദാറുൽ ഹുദയിൽ ഉണ്ടായിരുന്ന ആളാണ്. അവിടുത്തെ ഹിഫ്ള് കോളേജിൽ നല്ല പ്രഗത്ഭനായ ഹാഫിളാണ്. അല്ലാഹു തആല ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എന്നാ പറഞ്ഞു. ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നേരമായി മക്കൾക്ക് അറിയോ? അറിയില്ലേ? എത്ര ആയിട്ടുണ്ടാവും? 1 മണിക്കൂറായോ? ആവുന്നല്ലേ റഷീദ് സാർ? 1 മണിക്കൂർ ഇങ്ങനെ ആവുന്നു അല്ലേ? നമുക്കൊന്ന് എഴുന്നേറ്റ് നല്ല ചെറുതായിട്ട് വെള്ളം കുടിക്കാനൊന്നും ഏതായാലും പറ്റില്ലല്ലോ. അപ്പൊ ഒന്ന് എഴുന്നേറ്റൊക്കെ എന്നിട്ടൊന്ന് വാമാവാം ഇൻഷാ അല്ലാഹ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക എല്ലാവരും. ബിസ്മില്ലാ, ഒരു സ്വലാത്തൊക്കെ ചൊല്ലി ഇരുന്നാൽ എല്ലാവർക്കും ഒരു ഉഷാറ് കിട്ടും. ഇത് എപ്പോഴാണ് അവസാനിപ്പിക്കുന്നത്? ടൈം 12:00 അവസാനിപ്പിക്കണം അല്ലേ? തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് റസൂലില്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഉറക്കം, അശ്രദ്ധ, ഇത് രണ്ടും പോയവരൊക്കെ ഇരിക്കൂ. അല്ലാത്തവരൊക്കെ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുവോ? അശ്രദ്ധ പോയാലൊക്കെ ഇരുന്നോളി, അല്ലെങ്കിൽ ഉറക്കം പോയാലൊക്കെ ഇരുന്നോളി. അൽഹംദുലില്ലാ, അപ്പൊ എല്ലാവരും ഉണർന്നു. ഇൻഷാ അല്ലാഹ് ഉണർന്നു കഴിഞ്ഞ സ്ഥിതിക്ക്
ഒരു ചെറിയതല്ല, വലിയൊരു കാര്യം നിങ്ങളോട് പറയാണ്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊന്നുമല്ല, ബക്കറ്റുമായിട്ട് നമ്മുടെ സംഘാടകർ നിങ്ങളുടെ അടുക്കൽ വരികയാണ് ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങളോട് എല്ലാ ദിവസവും പറയാറുള്ളത് തന്നെയാണ്, എന്നാലും ഒന്നും കൂടെ പറയാണ്, നിങ്ങൾ ബക്കറ്റിൽ കാര്യമായൊരു സദഖ ചെയ്യണം. എന്താണ് ബക്കറ്റിൽ ഇവർക്കൊന്നും കൊടുക്കാനില്ല എന്നുള്ളതുകൊണ്ടാണോ? ബക്കറ്റിട്ട് പോകാനാ? ബിസ്മില്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. മക്കൾ തന്നെ വരുന്നതല്ലേ, അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ലൊരു സദഖ, അത് എത്ര വരെ ആകാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 100, 500, 1000, 2000 ഒക്കെ ആവാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്ര വലുതാണെങ്കിലും അല്ലാഹു തആല, ചെറുതാണെങ്കിലും അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ഒരു മനസ്സറിഞ്ഞിട്ട് പടച്ചോൻ നൽകിയ സമ്പാദ്യത്തിൽ ഹറാമ് കളയരുത്. ഇന്നത്തെ നിയ്യത്താണല്ലോ, പടച്ചോനെ ഹലാലായ സമ്പാദ്യം അതാണല്ലോ കിട്ടേണ്ടത്. അതുകൊണ്ട് ആ ഒരു നിയ്യത്തോടു കൂടെ നമ്മൾ നല്ലൊരു സദഖ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. നമ്മൾ വിഷമിക്കാൻ പറയല്ല, നമ്മൾ ജാഗ്രത പുലർത്താൻ വേണ്ടി പറയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവർ ഹിംസിലെ ഗവർണറാക്കി നിശ്ചയിച്ചു. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഹിംസിലെ ഗവർണറായി. ആദ്യം അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറൊന്നുമല്ല, എനിക്കിവിടെ വേറെ കുറെ പണികളുണ്ട്, അതങ്ങനെ ജനങ്ങളുടെ ഉത്തരവാദിത്വമൊന്നും എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാരും കൂടെ എന്റെ തലയിൽ വെച്ചിട്ട് അവസാനം നിങ്ങൾ രക്ഷപ്പെടുകയാണല്ലേ, അത് നടക്കൂല കേട്ടോ. ഗത്യന്തരമില്ലാതെ അദ്ദേഹം സമ്മതിച്ചു. മഹാനുഭാവൻ ഹിംസിലേക്ക് പോയിട്ട് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കെ മഹാനുഭാവൻ മാസങ്ങൾ കഴിഞ്ഞു. ജനങ്ങൾക്കൊക്കെ വലിയ താല്പര്യമായി. അങ്ങനെ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഹിംസിലേക്ക് ചെല്ലുക. കൂഫയും ഹിംസും ഒരേപോലെയാണെന്ന ജനങ്ങളെ മെരിക്കണമെങ്കിൽ വലിയ പാടാണ്. പക്ഷേ മഹാനായ സഈദിന്റെ കീഴിൽ അവരൊക്കെ മെരിങ്ങിപ്പോയി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു, ജനങ്ങളെ, ഈ മനുഷ്യൻ നിങ്ങളുടെ ഗവർണറായ ആള് നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടോ, പരിഭവമുണ്ടോ? അപ്പൊ സഈദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു നന്നായിട്ട് അറിയാം. ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹ് എന്റെ സഹോദരനായ സഈദിനെ സംബന്ധിച്ച് എന്റെ വിചാരത്തിന് മാറ്റം വരുന്ന ഒരവസ്ഥ നീ നൽകല്ലേ എന്ന് മഹാനുഭാവൻ ദുആ ചെയ്തിരുന്നു. അങ്ങനെ ദുആ ചെയ്ത മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? സഈദിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവര് പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ കുറിച്ച് ചില പരാതികളുണ്ട്. ഇദ്ദേഹം രാവിലെ ഞങ്ങളുടെ അടുക്കലേക്ക് വരാറുള്ളത് പൂർവാഹനത്തിലാണ്, അഥവാ ഉച്ചയുടെ മുമ്പുള്ള സമയത്താണ്. രാവിലെ അദ്ദേഹം വീട്ടിലായിരിക്കും. അതിന്റെ കാരണം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. രണ്ടാമത് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള പരാതി, രാത്രിയിൽ അദ്ദേഹത്തെ പുറത്ത് കാണാറേ ഇല്ല. രാത്രി അദ്ദേഹത്തെ കണ്ടിട്ട് ഞങ്ങൾ ഓർക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, മാസത്തിലെ ചില ദിവസങ്ങളിൽ അദ്ദേഹം ഞങ്ങളുടെ അടുക്കലേക്ക് പകലിൽ വരാറുള്ളത് ഒരുപാട് വൈകിട്ടാണ്. ചില ദിവസങ്ങളിൽ അദ്ദേഹത്തെ കാണാറ് തന്നെ ഇല്ല. നാലാമതായി അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പരാതി, ഞങ്ങൾക്കിടയിൽ അദ്ദേഹം നിൽക്കുമ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബോധം മറഞ്ഞു പോകാറുണ്ട്. പെട്ടെന്ന് അദ്ദേഹം ബോധക്ഷയം സംഭവിച്ച് വീണു പോകാറുണ്ട്. ഇങ്ങനെ 4 പരാതി. വേറെന്തെങ്കിലും ഇല്ല. ഖലീഫ പറഞ്ഞു, സഈദ്, ഇതെന്താണെന്ന് താങ്കൾ വിശദീകരണം നൽകൽ നിർബന്ധമാണ്. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഒരിക്കലും ഇത് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച ആളല്ല. ഞാൻ ഒരുപാട് പ്രയാസത്തോടെയാണ് ഇത് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ പകൽ സമയത്ത് ഒരൽപ്പം വൈകാനുള്ള കാരണം, എന്റെ വീട്ടിൽ എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ.
വീട് വൃത്തിയാക്കണം, ഭാര്യയെ സഹായിക്കണം, പൊടിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യണം. അതിനെന്റെ ഭാര്യയെ സഹായിക്കും ഞാൻ. ഗവർണറുടെ വീടാണ് എന്ന് കരുതിയിട്ട് ഒരു ഭൃത്യനൊന്നും എന്റെ വീട്ടിലില്ല. ഞാൻ എന്റെ ഭാര്യയെ സഹായിക്കുന്നത് കാരണത്താലാണ് എനിക്ക് പകലിൽ പൂർവാഹനമാകുമ്പോഴേക്ക് വരാൻ പറ്റുന്നത്. ഉമർ പറഞ്ഞു അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? രാത്രി സമയം ഞാൻ എന്റെ റബ്ബിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്റെ പകൽ ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയും രാത്രി ഞാൻ അല്ലാഹുവിന് വേണ്ടിയും മാറ്റിവെച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, എനിക്ക് നിങ്ങൾ ഈ കാണുന്ന വസ്ത്രമേ ഉള്ളൂ, വേറെ ഒരു വസ്ത്രം എനിക്കില്ല. അതുകൊണ്ട് ആ വസ്ത്രം അലക്കാൻ വേണ്ടി ഞാൻ ചില ദിവസങ്ങൾ നിൽക്കാറുണ്ട്. എനിക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല. ഹിംസിലെ ജനങ്ങളിലെ പ്രഥമ മനുഷ്യനായ പ്രഥമ പൗരനായ ഗവർണറാണ് പറയുന്നത്, എനിക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല. ഉമർ പറഞ്ഞു അൽഹംദുലില്ലാഹ്. എന്റെ സഹോദരനെ കുറിച്ച് എനിക്ക് തെറ്റിദ്ധാരണ വരുത്താത്ത, എന്റെ ധാരണ മാറ്റാത്ത അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അവസാനത്തെ കാര്യം പറഞ്ഞല്ലോ, അത് പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. കരയുകയാണ്, കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയിൽ വിശ്വസിച്ച ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് കൊണ്ടുവന്നതിന് ഞാൻ സാക്ഷിയാണ്. അമീറുൽ മുഅ്മിനീൻ ഹുബൈബിനെ ജനങ്ങൾ പിടിച്ചു കൊണ്ടുവന്നു, വഞ്ചിച്ചു അവർ. എന്നിട്ട് ഹുബൈബിനെ വലിയ തൂക്കുമരത്തിൽ അവർ കയറ്റി. ഹുബൈബിനെ തൂക്കുമരത്തിൽ കയറ്റിയിട്ട് ഹുബൈബിനെ വലിയ തൂക്കുമരത്തിൽ അങ്ങനെ കയർ കുലുക്കിയിട്ടിട്ട് ഹുബൈബിനെ അടിക്കുന്നു. ഹുബൈബിന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നു. ചിലർ വാളുകൊണ്ട് ഹുബൈബിനെ അങ്ങനെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു. ചില ആളുകൾ ഹുബൈബിന്റെ ശരീരത്തിൽ നിന്ന് മാംസം ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നു. ഒടുവിൽ തൂക്കുകയറിൽ മരിക്കാനൊരുങ്ങുന്ന സമയത്ത് ഹുബൈബ് ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകുന്നില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു, ഹുബൈബേ, മുഹമ്മദ് കാരണത്താലാണല്ലോ നിനക്ക് ഈ പ്രയാസങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് താങ്കളോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ സ്ഥാനത്ത് മുഹമ്മദ് ആയാൽ എങ്ങനെയുണ്ടാകും നിന്റെ ഈ സ്ഥാനത്ത്? മുഹമ്മദിന് വേണ്ടിയല്ലേ നീ അനുഭവിക്കുന്നത്? ഹുബൈബ് പറഞ്ഞു അല്ല. ഹുബൈബ് ആ സമയത്ത് രക്തമൊഴുകുമ്പോ, മരണം കൺമുന്നിൽ കാണുമ്പോ ഒരു ചെറിയ നുണ പറഞ്ഞാൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഹുബൈബ് അവിടെ വെച്ച് പറയുന്നത്, എനിക്ക് നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരണം. ആ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും തൂക്കുമരത്തിൽ കയറിയിട്ട് ഹുബൈബ് പറയുന്നത്, ഈ സ്ഥാനത്തെന്നല്ല, എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹുബൈബ് തൂക്കുമരത്തിൽ കിടന്നാടുന്നത് എന്റെ കാഴ്ചയിൽ ഇപ്പോഴുമുണ്ട്. അതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ ഹുബൈബിനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഹുബൈബിനെ തൂക്കുമരത്തിലേറ്റുമ്പോ ഞാൻ വിശ്വാസിയല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഹുബൈബിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. തൂക്കുമരത്തിൽ കിടന്നാടുന്ന എന്റെ സഹോദരനെ എന്റെ കണ്ണിൽ കാണുമ്പോഴാണ് ഞാൻ ബോധരഹിതനായി വീണു പോകാറുള്ളതെന്ന് പറഞ്ഞ് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖിന്റെ മുമ്പിൽ കണ്ണീര് പൊഴിക്കുകയാണ്. അവരുടെ ജീവിതം എങ്ങനെ, ഇന്നത്തെ നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് ആലോചിക്കണം. ഉമറിന് വലിയ വിഷമായി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണല്ലോ. ബൈത്തുൽ മാലിൽ നിന്ന് 1000 ദീനാർ തൽക്കാലം ഈ ഇയാളുടെ വീട് നന്നാക്കാൻ ഇയാൾക്ക് ബാക്കിയുള്ള സംഗതികൾക്കൊക്കെ വേണ്ടി അനുവദിക്കുകയാണ്. എനിക്ക് വേണ്ട, അത് പൊതുമുതലാണ്, നിങ്ങളത് എനിക്ക് തരരുത്, ഞാനത് ആഗ്രഹിക്കുന്നില്ല. എന്താണ് സഈദ്? റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഉഅ്തിയ ശൈഅൻ മിൻ ഗൈരി സുആൽ, ചോദിക്കാതെ ഒരാൾക്ക് വല്ലതും കിട്ടിയാൽ, വലസ്തിശ്റാഫി നഫ്സിൻ, താൽപര്യമില്ലാതെ ഒരാൾക്ക് വല്ലതും കിട്ടിയാൽ, ഫഇന്നഹു റിസ്ഖും മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു റിസ്ഖാണ്. പലിശ മാത്രല്ല, ഇന്നത്തെ കാലത്ത് ലോട്ടറി വലിയൊരു പ്രശ്നമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഈ പള്ളിയിൽ നിന്ന് ലോട്ടറി കളഞ്ഞു കിട്ടിയ അനുഭവം ഉണ്ടാവാറുണ്ട്. പള്ളിയിൽ നിന്ന്, നമ്മുടെ ടൗൺ പള്ളിയിൽ നിന്ന്, നമ്മൾ നിസ്കരിക്കുന്ന പള്ളിയിൽ നിന്ന് ലോട്ടറി കളഞ്ഞു കിട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം.
തന്നെയല്ല, ചില സമയത്ത് നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അടുക്കലേക്ക് ലോട്ടറിക്കാരൻ നിർബന്ധിക്കാറുണ്ട്. ഞാനിപ്പോ ഉണ്ടോയാലും ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, ഇനിയിപ്പോ എന്നെ കണ്ടപ്പോ തോന്നിയതാന്നും അറിയില്ല. അപ്പൊ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ലോട്ടറി എടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ സമുദായം പലപ്പോഴും പിറകോട്ട് പോയിട്ടുണ്ട്. തന്നെയുമല്ല, നമ്മളുമായി ബന്ധപ്പെട്ട പലരും വലിയ വേദനയോടെ പറയാറുണ്ട്, ഉസ്താദേ വാപ്പ വലിയ ലോട്ടറിന്റെ ആളാണ് പറഞ്ഞിട്ടുണ്ട്. ലോട്ടറി എടുത്ത് നശിച്ചു പോകുന്ന ആളുകൾ ഞങ്ങളൊന്നുമില്ല. ട്രെയിനിലൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല നമ്മളെ കൗമായിരിക്കും, ലോട്ടറി ഇങ്ങനെ എടുക്കും. ചൂതാട്ടം എന്നാണ് ഖുർആനിലതിന്റെ പ്രയോഗം. പിശാചിന്റെ ധനാണ്, പിശാചിലൂടെ ഉണ്ടാകുന്ന സമ്പാദ്യം പാടില്ല അല്ലേ? ഈ ലോട്ടറി അടിച്ച ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് പോകാറുണ്ട്, ചോനെ ഇനി പോലെ തലമുറയിലൂടെ ഈ ഹറാമാണല്ലോ, ഹലാലാക്കിയിട്ട് തന്നെയല്ല അത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിശ്ചയമായും മദ്യം, ചൂതാട്ടം, പ്രശ്നക്കോലുകൾ, ബിംബങ്ങൾ ഇതെല്ലാം പിശാചിന്റെ മ്ലേച്ഛമായ കാര്യങ്ങളിൽ പെട്ടതാകുന്നു. അതിനെ നിങ്ങൾ വെടിയണേ, അത് വെടിഞ്ഞാൽ നിങ്ങൾ വിജയികളായേക്കാം. തന്നെയുമല്ല, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, നിങ്ങൾക്കിടയിൽ പരസ്പര വിദ്വേഷവും ശാസ്ത്രവും ഉണ്ടാക്കാനാണ് പിശാച് ഉദ്ദേശിക്കുന്നത് എന്നുവ ആയത്തിന്റെ തുടർച്ചയിൽ അല്ലാഹു പറയുന്നു. അതുകൊണ്ട് ആ ചിന്ത തന്നെ വേണ്ട. ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് പറയാണ്, പഴയ തലമുറയെ പോലെയല്ലല്ലോ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നമ്മളൊക്കെ ന്യൂ ജനറേഷന്റെ ആളുകളാണല്ലോ. പഴയ കാലത്തെ പോലെ കഷ്ടപ്പെടുന്ന, ഇടങ്ങേറാകുന്ന ഒരു രീതിയല്ല. എങ്ങനെയെങ്കിലും എന്നുള്ള ചിന്ത മാറ്റണം, എങ്ങനെയെങ്കിലും എന്നുള്ള ചിന്ത മാറ്റണം. അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒന്നാണ് കടം വാങ്ങുക, അന്യരുടെ ധനം കൊണ്ട് ധൂർത്തടിച്ച് കഴിയുക. നഊദുബില്ലാ. ഇന്നിപ്പോ എല്ലാവർക്കിടയിലുള്ള വലിയൊരു പ്രശ്നമാണ്, ഉസ്താദേ എന്റെ 5 ലക്ഷം പോയി, എന്റെ 10 ലക്ഷം പോയി, എന്റെ 25 ലക്ഷം പോയി. ആ പോയോനും കുറ്റക്കാരനാവും, ചിലപ്പോ വാങ്ങിയോൻ ഏതായാലും കുറ്റക്കാരനായിരിക്കും. കാരണം വാങ്ങിയോൻ ഉറപ്പാണ് ഞാൻ കച്ചവടം ചെയ്യാൻ വാങ്ങല്ല. പാവം ഗൾഫിൽ എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, ഗൾഫിൽ അയാൾക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ സാലറിയാണ്. പ്രലോഭിപ്പിച്ച് ഇനി ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ സാധു ഗൾഫിലെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് വിസയൊക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് വന്നത്. കാരണം നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഗൾഫിലുള്ള ശമ്പളത്തോട് അടുത്തുള്ള ഒരു സാമ്പത്തികം മാസത്തിൽ ഇവിടുന്ന് കിട്ടും ചെയ്യുന്നുണ്ട് ഈ ബിസിനസ്സിലൂടെ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഗൾഫിൽ നിന്ന് വന്നു. ആ മാസം മുതൽ അയാളെ കാണാൻ തന്നെ ഇല്ല. ആര് വന്ന ആളല്ല, ഇയാൾ ഇൻവെസ്റ്റ് ചെയ്താണ്. ഈ വാങ്ങുന്ന ആളുകൾ നഊദുബില്ലാ, അവരുടെ സമ്പാദ്യം, അവരുടെ മക്കളുടെ ജീവിതം, അവരുടെ ഭാര്യയുടെ ജീവിതം, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹറാമല്ലേ മുഅ്മിനീങ്ങളെ? അങ്ങനെയുള്ളവരുടെ കയ്യിൽ നമ്മൾ പൈസ കൊടുക്കുമ്പോ നമ്മൾ ആളുകൾക്കൊരു വലിയ പ്രലോഭനായിരിക്കും. കാരണം ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ അടുക്കൽ ഫണ്ടുകൾ വരും, 5 ലക്ഷം 10 ലക്ഷം, ചിലപ്പോൾ കുറി കൂടിയിട്ടോ ചിട്ടിയിൽ കൂടിയിട്ടോ അങ്ങനെ അനുവദനീയമായ മാർഗത്തിലൂടെ എങ്ങനെയെങ്കിലും വരും. അല്ലെങ്കിൽ ഗൾഫ് റിട്ടേൺ ആണ്, അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ സർക്കാർ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ആ സമയത്ത് അയാൾക്ക് വല്ല പിന്നെ കുറച്ച് PF കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് അധികം ഒന്നുമില്ലാത്തവരായിട്ട് മാറും. അതിന്റെ പ്രധാന കാരണം ഇതെന്താണ്? കച്ചവടം എന്നാലോചിക്കില്ല. ലാഭത്തിലും നഷ്ടത്തിലും പങ്കാളിയാവാത്ത കച്ചവടങ്ങളാണ് അധികവും. ലാഭം മാത്രം പ്രതീക്ഷിക്കുന്ന കച്ചവടത്തെ കുറിച്ച് തന്നെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ എന്നാണ്. നിങ്ങൾ ലാഭം പ്രതീക്ഷിക്കുന്ന കച്ചവടം എന്നല്ല, നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന കച്ചവടം എന്നാണ്. കച്ചവടത്തിന്റെ അടിസ്ഥാനം നഷ്ടം ഉണ്ടാവുക എന്നുള്ളതാണ്, ലാഭം അതിന്റെ പിന്നീട് വരുന്നതാണ്. പക്ഷെ അത് ചിന്തിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആഭരണങ്ങൾ വിറ്റിട്ട് ലക്ഷങ്ങൾ കൊടുത്തു, പണം ഒരുപാട് കടം വാങ്ങിയിട്ട് പോലും കൊടുത്ത ആളുകളുണ്ട്. എത്ര ആളുകളെയാണ് നമ്മൾ കാണുന്നത്? അങ്ങനെ കടം വാങ്ങൽ അല്ലാഹു തആല വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എങ്ങനെ കടം വാങ്ങല്? ധൂർത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങാം, നശിപ്പിക്കാൻ വേണ്ടി കടം വാങ്ങാം, ആവശ്യമില്ലാത്ത രീതിയിൽ കടം വാങ്ങാം, ശർഅ് അനുവദിക്കാത്ത കാര്യങ്ങൾ കടം വാങ്ങാം. 5 ലക്ഷം രൂപ
എത്ര വർഷം മുമ്പ് എന്നാണ് പത്രത്തിൽ കണ്ടത്? 10 വർഷം മുമ്പല്ലേ, 10 12 ഇത്രയും വർഷം മുമ്പ് കടം വാങ്ങിയ ആളാണ് ആത്മഹത്യ ചെയ്തത്. കണ്ടില്ലേ നിങ്ങൾ പത്രത്തിൽ? 5 ലക്ഷം രൂപ, അതില് എത്ര 8 ലക്ഷം രൂപ തിരിച്ചടച്ചു പത്രത്തിൽ കണ്ടതാണ്. ഇനിയും അടക്കാത്തതിന്റെ പേരിൽ വീടും പറമ്പൊക്കെ ജപ്തി ചെയ്തു പോവാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് എത്ര ശരിയാണ്. ഒരു കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, കാറിന്റെ പേയ്മെന്റ് എത്രയാണ്? ഡൗൺ പേയ്മെന്റ് എത്രയാണ്? 0 പൈസക്ക് കാറ് കിട്ടും. പേപ്പറും മറ്റുമൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 10-12 രൂപയുണ്ടെങ്കിൽ ഒരു കാറ്, മനോഹരമായൊരു പുതിയ കാറ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ. ആ കാറ് ഇവൻ എങ്ങനെ അനുവദനീയാകും? അവന്റെതല്ല കാറ്. കാർ ആരുടേതാണ്? അവന് പലിശക്ക് പണം കൊടുത്ത, ഈ പലിശയുടെ പണം കൊണ്ട് ഇവന് കാർ വാങ്ങിക്കൊടുത്ത ആ ഫൈനാൻസിയേഴ്സിന്റേതാണ്, ഫൈനാൻസ് കമ്പനിയുടേതാണ് കാർ. ഇവൻ കൊടുക്കുന്നത് പൈസയല്ല, ഇവൻ കൊടുക്കുന്നത് പലിശയാണ്. മാസത്തിൽ ഇങ്ങനെ 8,000 10,000 അല്ലേ? ഇവനിക്ക് ഇവന്റേതാണ് കാർ എന്ന് പറയണമെങ്കിൽ ഇത് ഇവന്റെ പൈസ കൊണ്ട് വാങ്ങണ്ടേ? ഇവന്റെ പൈസ കൊണ്ടല്ല വാങ്ങിയത്, ഇവൻ വാങ്ങിയത് പലിശക്കാരന്റെ പൈസ കൊണ്ടാണ്. ഇവൻ വാങ്ങിയത് ബൈക്ക്, വാങ്ങിയത് പലിശക്കാരന്റെ ബൈക്കാണ്. നിങ്ങൾ ചിന്തിക്ക്, പുനരാലോചനക്ക് തയ്യാറാകണം. അള്ളാഹുവിന്റെ വാക്കാണ്, എന്റെ വാക്കല്ല. നിങ്ങൾ ഖത്മ തീർത്തവരാണെങ്കിൽ ഓതിപ്പോയ വാക്കാണ്. യംഹഖുല്ലാഹുൽ റിബാ വയുർബിസ് സദഖാത്ത്. അല്ലാഹു തആല പലിശയെ മായ്ച്ചു കളയുന്നു. ഒരനുഗ്രഹവും പൊന്നുമോനെ കാണാൻ കഴിയില്ല. നിനക്ക് നോക്കിയാൽ ബൈക്കുണ്ട്, നിനക്ക് നോക്കിയാൽ കാറുണ്ട്, നിനക്ക് നോക്കിയാൽ വീടുണ്ട്, പക്ഷെ അവിടെ അനുഗ്രഹമില്ല. അതുകൊണ്ട് നിനക്ക് സമാധാനമില്ല, ശാന്തിയില്ല. നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പൊന്നുമോനെ നിനക്ക് കാറ് വേണ്ട. നിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ പൊന്നുമോനെ നിനക്ക് ബൈക്ക് വേണ്ട. നിനക്ക് പോകാനല്ലയോ ഇവിടെ ഒരുപാട് ബസ്സുകൾ ഉള്ളത്, നിനക്ക് പോകാനല്ലയോ ഒരുപാട് ഓട്ടോകൾ ഉള്ളത്, അതിൽ കയറിപ്പോടാ പൊന്നുമോനെ. എന്തിനാണ് പലിശ കൊണ്ട് 0 പൈസയില് പലിശക്കാരൻ വാങ്ങിത്തന്ന ബൈക്ക് ഉപയോഗിച്ച് നീ സഞ്ചരിക്കുന്നത്? എന്തിനാണ് പലിശക്കാരൻ വാങ്ങിത്തന്ന കാർ ഉപയോഗിച്ച് നീ സഞ്ചരിക്കുന്നത്? യംഹഖുല്ലാഹുൽ റിബാ. പൊന്നു സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ നിങ്ങളുടെ വീടുകൾ. ആ വീടുകൾ പലിശയുടേതായാലോ, ആ വീടുകൾ പലിശക്കാരന്റെ വീടായാലോ, പലിശക്കാരന്റെ വീടായത് കൊണ്ടാണല്ലോ നിങ്ങൾ അയാൾക്ക് കൃത്യമായി പലിശ കൊടുക്കാതിരിക്കുമ്പോ അതവര് സ്വന്തമാക്കുന്നത്. അതവര് സ്വന്തമാക്കുന്നത് കൊണ്ടാണല്ലോ. അതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീടിന് എത്ര രൂപ ചെലവായി? എന്റെ വീടിന് 32 ലക്ഷം രൂപ ചെലവായി എന്ന് മറുപടി പറയുന്ന ഒരാളോട് നിങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ. അതിൽ നിങ്ങൾ ഹൗസ് ലോൺ എടുത്തിട്ടുണ്ടോ? എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അയാള് 10 ലക്ഷം രൂപ ഹൗസ് ലോൺ എടുത്തു. 10 ലക്ഷം രൂപയിൽ ഒരു പൈസ പോലും തിരിച്ചടച്ചില്ല. ബാങ്കിന്റെ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന അയാളുടെ വീടിന്റെ കോലമറിയണോ? അയാളുടെ വീടിന് മനോഹരമായ ഗേറ്റ് ഉണ്ട്, നല്ല നല്ല മനോഹരമായ മതിലുണ്ട്, നല്ല ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വീടിന്റെ അകമെല്ലാം ഇങ്ങനെ മനോഹരമായി സുന്ദരമായിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ വീടിന്റെ ഉള്ളിൽ AC ഉണ്ട്, അയാൾക്ക് ഫ്രിഡ്ജ് ഉണ്ട്, അയാൾക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഈ 10 ലക്ഷം രൂപ ഇയാൾ ലോൺ എടുക്കാതെ വീട് വെച്ചിരുന്നെങ്കിൽ, ഈ സൗകര്യങ്ങളൊക്കെ ഒന്ന് ഇയാൾ മാറ്റി വെച്ചിരുന്നെങ്കിൽ എത്ര സമാധാനത്തോടെ ആ മനുഷ്യന് ജീവിക്കാമായിരുന്നു. നിങ്ങൾ ചിന്തിക്ക്. ഹൗസ് ലോണ്. എന്നിട്ട് നമ്മളിത് എന്തിന്റെ ആളുകളാണ് നിങ്ങൾ ചിന്തിക്കുക? നമ്മൾ മുഅ്മിനീങ്ങളല്ലേ? മുഅ്മിനീങ്ങളോടല്ലേ സബഉൽ മുബിഖാത്ത് എന്ന് പറഞ്ഞാല് ഈ ലോകത്ത് മനുഷ്യന്മാര് ചെയ്യുന്ന തെറ്റുകൾ ഇങ്ങനെ 1 2 3 എന്ന് എണ്ണി എഴുതുകയാണെങ്കിൽ അതില് ഒന്നല്ലേ പലിശ എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മളൊക്കെ എത്ര വലിയ ഉഷാറാണ്. ഞാൻ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഒരാൾ ഞാൻ പലിശയുമായി ബന്ധപ്പെടുകയേ ഇല്ല എന്ന് തീരുമാനിച്ചാൽ അയാൾക്കതിന്റെ പൊടിയെങ്കിലും ബാധിക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. ഇയാൾക്ക് ധൈര്യമായിട്ട് പറയാന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. പറയണടുത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ.
നമ്മളുടെ കാര്യം നമുക്കല്ലേ അറിയൂ. നമ്മൾ കുറേ അനിവാര്യമല്ലാത്തതിനെ സ്വയം അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. ഒന്ന് അനിവാര്യമാണ്, രണ്ട് ഇത് പടച്ചോൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വിചാരിച്ചിരിക്കുന്നത്, എന്താണ് അള്ളാന്റെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അല്ല അതൊക്കെ വീടൊക്കെ പണിതൊക്കെ വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം അങ്ങനല്ലല്ലോ. ആവത് ഉണ്ടാകുന്ന കാലത്താണ്. ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അള്ളാനെ ഓർക്കുവാനായി ഭരിക്കല്ലേ നിന്റെ ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി. ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി അള്ളാനെ ഓർക്കുവാനായി ഭരിക്കല്ലേ. പാട്ടുകാരൻ പറഞ്ഞതാണ്, നിന്റെ എല്ലാ കുഴപ്പം വീടിയിട്ട് നിന്റെ വീടൊക്കെ നല്ല ഉഷാറായി അഞ്ഞു പടച്ചവൻ ഓർക്കാന്നല്ല നീ വിചാരിക്കേണ്ടത്. നാളെ ഒരു കിടത്തമുണ്ട്, ഏകാന്തതയുടെ വീട്ടിൽ ഒരു കിടത്തമുണ്ട്, ഇരുൾ നിറഞ്ഞ വീട്ടിൽ ഒരു കിടത്തമുണ്ട്, ഖബറെന്ന ഭയങ്കര വീട്ടിൽ ഒരു കിടത്തമുണ്ട്. ആ കിടത്തം കഴിഞ്ഞൊരെഴുന്നേറ്റ് വരലുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറൻ വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തങ്ങളുടെ സമ്പാദ്യത്തെ രാവിലെയും പകലിലും രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. അവർക്ക് ദുഃഖമില്ല, അവർക്ക് വേദനയില്ല, അവർക്ക് ബേജാറില്ല. പിന്നെ പറയാണ് അല്ലദീന യഅ്കുലൂന റിബാ, പലിശ കഴിക്കുന്ന ആളുകൾ. വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കൽ അനിവാര്യമാണ്, പക്ഷേ ലോൺ എടുക്കാതെ കൊടുത്തൂടെ? ലോൺ എടുക്കാതെ കൊടുക്കുക. ചില ആളുകൾ എന്ത് ചെയ്യുമെന്നറിയോ? വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് അത് കച്ചവടത്തിൽ ഇറക്കുന്ന ആളുകൾ വരെ. വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് കച്ചവടത്തിൽ ഇറക്കുക. ഇവൻ MBBS കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും MSc കഴിഞ്ഞിട്ടോ ഏതെങ്കിലും കോഴ്സ് കഴിഞ്ഞ് വരുമ്പോ വാപ്പ പറയാണ്, മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര എടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് അടച്ചു തീർത്തോ, വാപ്പ അടുത്ത് പൈസ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നോട് വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. ചെറിയ ജോലിക്ക് കയറിയിരിക്കുന്ന ആളുകൾ, എഞ്ചിനീയർമാർ വന്ന് പരാതി പറഞ്ഞ് എനിക്കറിയാം. എന്താ ചെയ്യും ഉസ്താദേ, കിട്ടുന്നത് ഇങ്ങനെ വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു വാപ്പ, അത് അടച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഓരോന്നും കഴിക്കുന്ന ആളുകൾ കച്ചവടം തുടങ്ങി. ഒരുപക്ഷെ ഞാൻ പറയാണ്, രാജ്യത്തിന്റെ നിയമത്തിന് വിധേയമായി അള്ളാഹു തമ്പുരാനോട് സൂക്ഷ്മത പാലിച്ച് നമുക്കതിൽ ഏർപ്പെടേണ്ടി വരും. ചിലപ്പോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റും മറ്റതും മറിച്ചതും കണക്ക് കാണിക്കലും മറ്റുമൊക്കെ സത്യസന്ധമായിട്ട് ചെയ്യേണ്ടി വരും. സത്യസന്ധമായിട്ട് ചെയ്യും. രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ആളുകൾ, രാജ്യദ്രോഹികളായ ആളുകൾ, രാജ്യത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ആളുകൾ, അവർ കഴിക്കുന്നത് ഹറാമിന്റെ പൈസയാകുന്നു. ഹറാമിന്റെ പൈസയാണ്. നിങ്ങൾ അതിനേത് പേരിൽ വിളിച്ചാലും വേണ്ടില്ല. പോലീസ് പിടിക്കുന്നത് പേടിച്ചിട്ട് ഓടുന്ന പൈസക്കാരനുണ്ടല്ലോ, അങ്ങനെയുള്ള പണം മുഴുവൻ റഹ്മാനായ റബ്ബ് നിഷിദ്ധമാക്കിയതല്ലാതെ മറ്റെന്താണ് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത്? ഇന്ത്യയിലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം യോജിച്ച കാര്യമല്ല, ഒരു മുഅ്മിനിന് യോജിച്ച കാര്യമല്ല. ഹവാലയുടെ ഇടപാടുകൾ നടത്തുന്ന ആളുകൾ, ഞാൻ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ഗൾഫിൽ നിന്ന് ആ പണം നമ്മൾ അയക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള പണം കൈമാറ്റം ചെയ്യുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തിന് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തുന്നു? നമ്മൾ എന്തിന് നമ്മുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു തമ്പുരാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രതിഫലം, റബ്ബേ അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഈ ദുനിയാവിലുള്ള ഒരല്പം സൗകര്യം മതി, തുച്ഛമായ പണത്തിന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് ഹവാല ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ചെറുപ്പക്കാര്, അങ്ങനെയുള്ള സമ്പാദ്യത്തിന്റെ പിന്നാലെ പോകുന്നവർ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടില്ലാത്ത പണത്തിന്റെ രൂപത്തിൽപ്പെട്ടതാണ്, നിഷിദ്ധമായ സമ്പാദ്യമാണ്. രാജ്യത്തിന്റെ നിയമത്തിന്, ഇന്ത്യ രാജ്യത്തിന്റെ വ്യവസ്ഥയ്ക്ക് അനുവദിക്കാൻ സാധിച്ചിട്ടില്ലാത്ത, അനുവദിച്ചിട്ടില്ലാത്ത പണമിടപാടുകൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനും അനുവദിച്ചിട്ടില്ല എന്നത് അസന്നിഗ്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു പറയുകയാണ്, അല്ലദീന യഅ്കുലൂന الربا لا يقومون
അവർ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരികയില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാചിന്റെ സ്പർശനം മൂലം തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റ് വരുന്നവർ വരുന്നത് പോലെയല്ലാതെ അവർ എഴുന്നേറ്റ് വരികയില്ല. ഖിയാമത്ത് നാളിൽ അവർ ഇഴഞ്ഞുകൊണ്ടായിരിക്കും വരിക. അല്ലാഹുവേ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. യാലിക ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ലുൽ റിബാ വഅഹല്ല അല്ലാഹുൽ ബൈഅ വഹറമൽ റിബാ. അല്ലാഹു തആല കച്ചവടത്തെ അനുവദിക്കുകയും അപ്രകാരം തന്നെ അല്ലാഹു പലിശയെ അല്ലാഹു ഹറാമാക്കി. എല്ലാരും ഒന്ന് ആമീൻ പറഞ്ഞേ. പടച്ചോനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ഇപ്പൊ ഞാൻ പടച്ചോനെ ഇപ്പൊ തൗബയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു, എന്തിനാണ് ഇപ്പൊ തൗബ ചെയ്യണത്? നമ്മളൊക്കെ എല്ലാ വഖത്തും നിസ്കരിക്കുന്നു, നോമ്പ് തുറപ്പിക്കുന്നു, തുറക്കുക മാത്രല്ല ജഗപ്പൊക്കെയാണ്. പക്ഷേ ഇതുണ്ടോ? ഒന്നാലോചിക്കണം, ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ മരണപ്പെടുന്ന ആളുകൾ പെടല്ലേ? മരണപ്പെടുന്ന ആളുകളുടെ കടങ്ങൾ ഏറ്റെടുക്കാൻ മക്കൾ തയ്യാറാകുന്നില്ല. ഉണ്ടോ? എല്ലാവരുടെയും അല്ല പറയുന്നത്, ആരുടെ? പലിശ വിഷയാക്കാതെ മരിച്ചുപോയ ആളുകളുടെ അനുഭവങ്ങൾ എത്രയാണ്. കാരണം എന്താ? ഈ ബാങ്കിൽ ഇത്ര ലക്ഷത്തിന്റെ ലോൺ ഉണ്ട്, മറ്റേ ബാങ്കിൽ ഇത്ര ആഭരണം ഉണ്ട്, മറ്റേ ബാങ്ക് അങ്ങനത്തെ ആള് മരിച്ചുപോയി. ഉസ്താദ് ചോദിക്കുകയാണ്, പൈസന്റെ കാര്യം ഇപ്പൊ അത് പിന്നെ പറയാം എന്നാണ് പറയുന്നത്. അനുഭവങ്ങളുണ്ട് ഇല്ലേ? പണ്ടൊക്കെ ധൈര്യമായിട്ട് വിളിച്ചു പറയും, വാപ്പായുടെ വല്ലതും സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ എന്നെ ബഷീറിനെ ഏൽപ്പിക്കേണ്ടതാണ്, ബഷീറിനോട് ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ സദസ്സ് നാൾ പറയും, ആദ്യം ബഷീർ എനിക്ക് തരാനുള്ളത് തരട്ടെ, എന്നിട്ട് മതി വാപ്പാന്റെ കടന്ന്. അങ്ങനത്തെ ഒരാണിക്കാരൻ ചിലപ്പോൾ ഏറ്റെടുക്കുക, പെട്ടുപോകും. ഭയങ്കര പെടല് തന്നെയാ. ചിന്തിച്ചു നോക്കണം നിങ്ങൾ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അദ്ദുർഹമു യുസീബുഹു റജുലു മിനൽ റിബാ. ഒരൊറ്റ ദിർഹം, അത് ഒരു മനുഷ്യൻ പലിശയിലൂടെ നേടുന്ന ഒരൊറ്റ ദിർഹമുണ്ടല്ലോ, ആ ദിർഹം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഒരു 33 വ്യഭിചാരത്തെക്കാൾ കഠിനമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കടം വാങ്ങുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം. കടം വാങ്ങിയാൽ കൊടുക്കാത്ത ആളുകൾ, ഈ കടം മേടിക്കലിന് വലിയ കൂലിയുണ്ട്. ഞാനത് വല്ലാതെ പറയണില്ല, കാരണം ഞാൻ ഒരിക്കൽ പള്ളിയിൽ കടം കൊടുക്കുന്നതിന്റെ മഹത്വം പ്രസംഗിച്ച് റൂമിലേക്ക് എത്തുമ്പോൾ ഒരാളിൻ്റെ അടുത്ത് സാർ 500 രൂപ കടം വേണമെന്ന് പറഞ്ഞു. എന്നതുപോലെ കടം കൊടുക്കുന്നതിന്റെ കൂലിയൊക്കെ പാടെ പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് കുറെ കടപാടുകൾ നടക്കും എന്നുള്ളത് കൊണ്ടും കൂടി അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ടത്. കടം കൊടുക്കുന്നത് വലിയ കൂലിയാ. പക്ഷെ ആ കടം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ പറയും, ഈ മക്കൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മളൊക്കെ എവിടെയാണല്ലേ ഈ മക്കൾ പറയും, പരിശുദ്ധമായ ഖുർആനിലെ ഒരു പേജ് നിറഞ്ഞ ഒരായത്തുണ്ട്, ആയത്തുദ്ദൈൻ അല്ലേ? ആയത്തുദ്ദൈൻ എന്താണെന്ന് പറയാം, നമ്മൾ ഓതിയിട്ടുണ്ട്, സൂറത്തുൽ ബഖറയിലാണത്. അല്ലാഹു തമ്പുരാൻ ഏറ്റവും വലിയ ആയത്ത്, ഖുർആനിലെ ഏറ്റവും വലിയ, അതായത് കടമിടപാട് നടത്തുമ്പോ എഴുതി വെക്കണം, സാക്ഷി ഉണ്ടാവണം. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്. നിങ്ങൾ കടം വാങ്ങുന്ന സമയത്ത് ആ വാങ്ങിയതും എഴുതിയതൊക്കെ ഈ ഖുർആന് പറഞ്ഞ നിയമപ്രകാരം ഒന്നങ്ങോട്ട് രേഖപ്പെടുത്തി നോക്കൂ. ഒരു വെള്ള പേപ്പർ എടുക്കുക, വലിയ അഗ്രിമെന്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മുദ്ര പേപ്പർ. ഇത് നമ്മൾ സാധാരണ സുഹൃത്തുക്കളാണ്, നമ്മൾ എന്ത് ചെയ്യും, ഒരു 5000 രൂപ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. അതല്ല, ഇതൊരു വെള്ള പേപ്പറിൽ എഴുതിയാ പോരെ, 5000 രൂപ തന്നെ ഡേറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്, സാക്ഷ്യം കൂടി ആയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ്. ആ നിശ്ചയിച്ച ദിവസത്തിന് മുമ്പ് നമുക്കത് വീട്ടാൻ കഴിയും, ഖുർആൻ അനുസരിച്ച് നമ്മളത് പ്രവർത്തിച്ചാൽ. പരീക്ഷ നോക്കി. ഞാനിത് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ എന്നോട് 1-2 ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം എന്താണെന്നറിയില്ല, കാരണം ഖുർആനിന്റെ ഒരു കൽപ്പന അനുസരിച്ചാണല്ലോ ഞാൻ ആ ഇടപാട് പോലും നടത്തുന്നത്. കടം വാങ്ങി ഇങ്ങനെ നടക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമൻ അഖദ അംവാലൻ നാസ്,
ഒരാൾ ജനങ്ങളുടെ പണം സ്വീകരിച്ചു എന്തിന്? യുരീദു ഇത്ലാഫഹാ, അവനതിനെ നശിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അല്ലാഹു തആല അവനെ അങ്ങ് നശിപ്പിച്ചു കളയുന്നതാണ്. മൻ മാത വഅലൈഹി ദീനാറുൻ ഔ ദിർഹമുൻ, ഒരാൾ മരിച്ചു, അയാൾ ഈ രീതിയിൽ കടമുള്ളയാളാണ്, കുറെ പലിശക്ക് അയാൾ കടം വാങ്ങിയിട്ടുണ്ട്, ശറഅ അനുവദിക്കാത്ത കാര്യങ്ങൾക്ക് അയാൾ കടം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അയാളത് വീട്ടിയിട്ടില്ല എങ്കിൽ ഖുളിയ മിൻ ഹസനാതിഹി വലൈസ തമ്മ ദീനാറും വലാ ദിർഹമുൻ, ദീനാറോ ദിർഹമുകളോ ഇല്ലാത്ത അവിടെ വെച്ചുകൊണ്ട് അവന്റെ നന്മയിൽ നിന്ന് അല്ലാഹു തആല അവന്റെ ഈ കടത്തെ വീട്ടിക്കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. അതുകൊണ്ട് കടമിടപാടുകളിൽ നമ്മൾ ജാഗ്രത പുലർത്തുക. മുഅ്മിനെ അതിനെക്കുറിച്ച് ഒരുപാട് വാദം പറയാനുണ്ട്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. സാധാരണഗതിയിൽ ഏർപ്പെടുന്ന കടത്തെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ പലിശയുമായി ഇടപെട്ട കടം വേണ്ട. നഊദു ബില്ലാഹ്. നമ്മുടെ സമൂഹത്തിൽ പലിശയിൽ ഇൻവെസ്റ്റ് ചെയ്യൽ കൂടി വരുന്നുവത്രേ. ഗൾഫിൽ നിന്ന് റിട്ടേണായി വരുമ്പോ, PF-മായിട്ട് വരുമ്പോ നമ്മുടെ നാട്ടിൽ പരസ്യമായി പലിശക്ക് പണം കടം കൊടുക്കുന്ന രീതി സ്വീകരിക്കൽ ഒരു തെറ്റാണ് എന്നെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് പല ആളുകളും പണം അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ കൊടുത്ത് അതിലൂടെ ലാഭം കൊയ്യുന്ന പ്രവണത ഉമ്മത്തിൽ ഏറി വരുന്നു എന്ന് കേൾക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ സമൂഹത്തെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പിന്നെ എങ്ങനെയാണ് ജീർണതകളില്ലാതിരിക്കുക? എങ്ങനെയാണ് കഞ്ചാവ് വലിക്കുന്ന മക്കളില്ലാതിരിക്കുക? എങ്ങനെയാണ് നല്ലവർ ഉണ്ടാവുക? എങ്ങനെയാണ് ആലിമീങ്ങളുടെ സ്വാധീനം ഉണ്ടാവുക? സൂക്ഷിക്കുക. നമ്മൾ നമ്മുടെ സമ്പാദ്യത്തെ സൂക്ഷിക്കുക. ജാഗ്രതയോടെ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നമ്മളെ എല്ലാ പണിയും ഇബാദത്താണ്. എല്ലാ പണിയും ഇബാദത്താണ്. നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ഉരുളക്ക് നിനക്ക് ദാനത്തിന്റെ കൂലിയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ആ കൂലി മേടിച്ചവനല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഇല്ലേ? ആ കൂലി മേടിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ഇന്ന് നോമ്പ് തുറന്നിട്ടൊന്ന് മേടിക്കാൻ ശ്രമിച്ചു നോക്കൂ. എന്ത്? നീ നിന്റെ ഭാര്യ, റസൂലുള്ളാഹി അങ്ങനെ തന്നെ പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളക്ക് പോലും നിനക്ക് കൂലിയുണ്ട് എന്ന് പറഞ്ഞാല് ഭക്ഷണം അങ്ങനെ ഉരുള ഉരുട്ടിയിട്ട് അത് വെച്ചു കൊടുക്കണം എന്ന് മാത്രമല്ല അതിന്റെ ആശയം. നീ നിന്റെ ഭാര്യക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, അവൾക്ക് ഭക്ഷണം കൊടുക്കണേലും അവൾക്ക് വസ്ത്രം കൊടുക്കുന്നതിലും ഒക്കെ നിനക്ക് കൂലിയാണ്. മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നതിലും ഉമ്മാക്ക് വേണ്ടി കൊടുക്കുന്നതിലും. അതായത് ഏതൊക്കെ രീതിയിലാണോ നമ്മൾ സമ്പാദ്യം നടത്തുന്നത്, ആ സമ്പാദ്യം നടത്തുന്നതിനൊക്കെ അല്ലാഹു തആല കൂലി തരും. പക്ഷേ അതെന്താവണം? ഹലാലാവണം. എല്ലായിടത്തും ശ്രദ്ധിക്കണം. ഓട്ടോ ഓടിക്കുന്ന ആളാണ്, അനാവശ്യമായിട്ട് ഏറെ കൂലി വാങ്ങരുത്. ഏൽപ്പിക്കപ്പെട്ട ജോലി ഉത്തരവാദിത്തത്തോടുകൂടെ നിർവഹിച്ചാലേ പ്രതിഫലം ലഭ്യമാവുകയുള്ളൂ. ഏൽപ്പിക്കപ്പെട്ട ജോലി എന്താണ്? അയാൾ പെയിന്റ് അടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ പെയിന്റ് അടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചാൽ അയാൾക്ക് കൂലി കൊടുക്കണം എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ആ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി അയാൾ നിർവഹിക്കുക, എന്നിട്ട് കൂലി വാങ്ങുക, പണിയെടുക്കുക, എന്നിട്ട് കൂലി, എന്നാലേ ഹലാലാവുള്ളൂ. അല്ലേ? ഇപ്പൊ സർക്കാർ ഓഫീസുകളെ കുറിച്ചൊക്കെ പറയുന്ന ആക്ഷേപങ്ങളൊന്നും ഇപ്പൊ ഇല്ലാന്ന് കേൾക്കുന്നു. സർക്കാർ ജോലിയിലൊന്നും ഏർപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ഇന്നിപ്പോ ഈ സദസ്സിൽ വന്നിരിക്കൂലല്ലോ. പക്ഷേ പിന്നീട് ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഇപ്പൊ അടുത്ത പത്രത്തിലുണ്ടായിരുന്നു, എല്ലാവരും ഒപ്പിട്ടിട്ട് പിന്നെ കല്യാണത്തിന് പോയി. ഇപ്പൊ അടുത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, എല്ലാവരും സർക്കാർ ഓഫീസിൽ ഏതോ വില്ലേജ് ഓഫീസിലോ മറ്റോ എല്ലാവരും ഒപ്പിട്ട് എന്നിട്ട് സഹപ്രവർത്തകന്റെ മകളുടെ കല്യാണത്തിന് പോയി. നഊദുബില്ലാഹ്. എങ്ങനെയാണ് ആ ഹലാലാവുക? ഉസ്താദുമാരായ നമ്മളൊക്കെ ശ്രദ്ധിക്കണത്, കോളേജുകളിൽ ജോലി ചെയ്യുന്നവർ, മദ്രസകളിൽ ജോലി ചെയ്യുന്നവർ, നമുക്കുള്ള ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹലാലാവണമെങ്കിൽ എന്താണോ ഉത്തരവാദിത്തപ്പെട്ട ജോലി, അത് വില്ലേജ് ഓഫീസർ ആണെങ്കിൽ, അത് പ്യൂണാണെങ്കിൽ, അത് അധ്യാപകനാണെങ്കിൽ, അത് മദ്രസ മുഅല്ലിമാണെങ്കിൽ എല്ലാം അങ്ങനെ തന്നെയാണ്.